സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണം എന്ന് നിർദ്ദേശിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അലോട്ട്മെന്റ് ആരംഭിക്കാനിരിക്കെ വന്ന ഉത്തരവ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. തുടർ നടപടികളെക്കുറിച്ച് നാളെ മന്ത്രിസഭയുമായി കൂടിയാലോചിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോടതി വിധി ലഭ്യമായിട്ടില്ല. കോടതി വിധി ലഭിച്ചതിന് ശേഷം ക്യാബിനറ്റിൽ തന്നെ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിനു, സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം എന്താണ്? വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഉന്മേഷ, ഒരു തതുദ്ദേശത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് പോയതെങ്കിലും വലിയ തിരിച്ചടിയായിരിക്കുന്നു. നമുക്കറിയാം, പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച് പ്രവേശനം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ പ്രവേശനം ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ കോടതിയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. ഇത് സംസ്ഥാന സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നാളെ രാവിലെ 9 മണിക്കാണ് സാധാരണഗതിയിൽ ക്യാബിനറ്റ് ആ ക്യാബിനറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ്. ഡിവിഷൻ ബെഞ്ചിലായിരിക്കും സ്വാഭാവികമായും അപ്പീൽ നൽകുക. ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ സ്വീകരിച്ച് അല്ലെങ്കിൽ നിലവിലെ കോടതി വിധി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് അതൊരു ആശ്വാസകരമാകൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീണ്ടും ഇത് വലിയ രീതിയിലുള്ള സ്വാരസ്യങ്ങൾക്ക് സാഹചര്യം അല്ലെങ്കിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഇക്കാര്യം ധരിപ്പിച്ചുകൊണ്ട് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അത് നാളത്തെ ക്യാബിനറ്റിലായിരിക്കും ആ ഒരു തീരുമാനം. നേരത്തെ തന്നെ ക്യാബിനറ്റിനെ ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് ക്യാബിനറ്റിൻ്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഈ പ്രോസ്പെക്ടസിൽ വന്നതിന് ശേഷവും ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ CBSE വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.